പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് കൂടുതൽ ദൃഢമാവുകയാണ് ഇറാൻ റഷ്യ അന്താരാഷ്ട്ര സൗഹൃദം. ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏക രാജ്യമാണ് റഷ്യ. അമേരിക്കൻ ചേരിക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ഈ കരാർ. അതിനാൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതി സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊന്നും റഷ്യ നിലവിൽ പരിഗണിക്കുന്നില്ല. ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് റഷ്യയും ഇറാനും തമ്മിലുള്ള സൗഹൃദം അത്ര ഗുണകരമല്ല. അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നത് അമേരിക്കയ്ക്ക് നേരെയാകും. ഇറാൻ നിലവിൽ അമേരിക്കയ്ക്ക് എതിർപക്ഷത്താണ്. സാങ്കേതികതയിലും ആയുധശേഷിയിലും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് റഷ്യ. റഷ്യ ഇറാനുമായി ഒത്തുതീർപ്പിലാകുകയും അവർക്കിടയിൽ ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്താൽ റഷ്യയുടെ ആയുധശേഷിയും സാങ്കേതിക സഹായങ്ങളും ഇറാനു ലഭിക്കുമെന്നതാണ് അമേരിക്കയുടെ ഭയം. അമേരിക്കയ്ക്ക് മാത്രമല്ല, മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും ഇത് വലിയ പ്രതിസന്ധിയായി മാറും. ഇറാനും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തെ അമേരിക്ക എന്തിന് ഇത്രയേറെ ഭയക്കണം? അതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഗാസയിലും യമനിലും നിരന്തരം ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിന് പിന്തുണ നൽകി കൂടെ നിന്ന പാശ്ചാത്യ ശക്തികളിൽ പ്രധാനിയാണ് അമേരിക്ക. ഇസ്രായേലിന് എതിർവശത്ത് നിൽക്കുന്ന ഹൂതികൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ട സഹായങ്ങൾ നൽകുന്നത് ഇറാനാണ്. അമേരിക്കയും ഇറാനും പരസ്പരം ഏറ്റുമുട്ടുന്ന എതിർ ശക്തികൾ ഓരോന്നിനെയും പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അന്തരീക്ഷം അത്ര സമാധാനപരമല്ല. യുക്രൈന് വൻതോതിൽ ആയുധങ്ങൾ നൽകി റഷ്യയെ ആക്രമിക്കുന്നതിൽ പിന്തുണ നൽകുന്ന പാശ്ചാത്യ ശക്തികളിൽ പ്രധാനിയാണ് അമേരിക്ക. അതായത് ഇറാനു നേരെയും റഷ്യയ്ക്ക് നേരെയുമുള്ള എതിർ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇറാനോട് റഷ്യയ്ക്ക് താല്പര്യം കൂടുതലാണ്. ഇറാനുമായി കൂടുതൽ അന്താരാഷ്ട്ര സഹകരണങ്ങൾ ശക്തിപ്പെടുത്താൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം. ആ പദ്ധതികളുടെ ഭാഗമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച. പെസഷ്കിയാൻ അവസാനമായി റഷ്യ സന്ദർശിച്ചത് ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു. സമീപഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സമഗ്രമായും തന്ത്രപ്രധാനമായും വളരുമെന്ന് അന്ന് തന്നെ റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കൂടിക്കാഴ്ചയ്ക്കായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് പുറപ്പെടും മുൻപ് തന്നെ അമേരിക്കൻ ചേരിയെ കാണിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ആയുധ പ്രദർശനം നടത്തിയിരുന്നു. അത്യാധുനികമായ ഡ്രോണുകളും മിസൈലുകളും അടങ്ങുന്ന വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഇറാനെയാണ് ലോകം കണ്ടത്. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് ഇറാൻ തങ്ങളുടെ വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡ് പബ്ലിക് റിലേഷൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് ഇറാന്റെ സൈനിക ശേഷിയെ സംബന്ധിക്കുന്ന പ്രസ്താവന നടത്തിയത്. അമേരിക്കയും ഇസ്രയേലുമാണ് ഇറാന്റെ പ്രധാന എതിരാളികൾ. ഏത് യുദ്ധത്തിനും ഇറാൻ സജ്ജമാണെന്നും ഇനിയൊരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ അവരെ കാത്തിരിക്കുന്നത് മഹായുദ്ധമായിരിക്കുമെന്നും ഇറാൻ മുന്നേ തന്നെ താക്കീത് നൽകിയിരുന്നതാണ്. രൂപകൽപ്പനയിലും വലിപ്പത്തിലും മാത്രമല്ല, ആയുധങ്ങളുടെ കരുത്തിലും ഉൽപാദനത്തിലും ഇറാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുധശേഷികളും ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ലെന്നത് ഇറാൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസമാണ്. സൈനിക ശേഷിയും യുദ്ധ നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പേർഷ്യൻ ഉൾക്കടലിൽ നാവികസേനാ യുദ്ധ പരിശീലനങ്ങൾ വ്യാപകമാക്കിയിരിക്കുകയാണ് ഇറാൻ. അഭ്യാസത്തിൽ പ്രധാനമായും 300 യുദ്ധക്കപ്പലുകൾ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി 2000-ലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ പങ്കെടുക്കുന്ന നാവിക പരേഡും നടക്കും. റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെടും മുൻപ് തന്നെ തങ്ങളുടെ സൈന്യം എത്ര വലിയ യുദ്ധത്തിനും തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ്. സൈനിക ശേഷിയിൽ ഇത്രയേറെ മികച്ചു നിൽക്കുന്ന ഇറാനോടൊപ്പം റഷ്യ കൂടി ചേരുന്നത് അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിനപ്പുറമാണ്. പക്ഷേ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കരാറിന് പ്രതിരോധം സൃഷ്ടിക്കാൻ അമേരിക്കൻ ചേരിക്ക് സാധിക്കുന്നുമില്ല. റഷ്യ ഇറാനെയും ഉത്തര കൊറിയയെയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ പാശ്ചാത്യ ശക്തികൾക്ക് അനുവാദമില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. ഉത്തര കൊറിയയുമായി റഷ്യ സൈനിക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനും റഷ്യയുമായുള്ള ബന്ധം ഇസ്രായേലിനും ഒരു ഞെട്ടലാണ്. 15 മാസമായി നീളുന്ന സംഘർഷത്തിന് അവസാനമുണ്ടാകാൻ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെട്ടൊരു ധാരണയിലെത്തിയിരുന്നു. എന്നാൽ അത് നടപ്പാക്കും മുൻപ് തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു യുദ്ധത്തിന് പൂർണ്ണ സജ്ജരായിരിക്കുന്ന ഇറാനെ ഇത് ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഒത്തുതീർപ്പിനുമില്ലെന്നും ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണം തന്നെ നടത്തുമെന്നുമുള്ള തീരുമാനത്തിലാണ് ഇറാൻ.
ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി എന്നീ വിഭാഗങ്ങളോട് ഇറാൻ ആശയവിനിമയം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാൻ, റഷ്യ എന്നീ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള സഹകരണ കരാർ ലോക രാഷ്ട്രീയത്തിന്റെ ഭാവി തിരുത്തിയെഴുതും. 20 വർഷത്തേക്കുള്ള സഹകരണ ഉടമ്പടിയാണ് ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നത്. ആ സഹകരണം ഒരു രാഷ്ട്രീയ രേഖ മാത്രമല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള ഒരു റോഡ് മാപ്പ് കൂടിയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന പദ്ധതിയിലാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും സഹകരിക്കുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യ, ഇറാൻ, അസർബൈജാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൂടൊരു ഗതാഗത ബന്ധം സ്ഥാപിക്കലാണ്. അതിനുവേണ്ടിയുള്ള ഒരു പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ ഈ പദ്ധതിയിലൂടെ തയ്യാറാക്കുന്നു. രാജ്യങ്ങൾക്കിടയിലുള്ള ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് 7200 കിലോമീറ്റർ മൾട്ടി മോഡിൽ ഗതാഗത ശൃംഖല സ്ഥാപിക്കാനാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. സൂയസ് കനാൽ പോലുള്ള പരമ്പരാഗത റൂട്ടുകൾക്ക് ഒരു സുപ്രധാന ബദലായി മാറാൻ ഈ ഇടനാഴിക്ക് സാധിക്കും. സുരക്ഷിതമായൊരു വ്യാപാര ബന്ധം തന്നെയാണ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. ഇറാനും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇത്തരത്തിൽ ശക്തിപ്പെടുകയും അമേരിക്ക ഇരുവരുടെയും പൊതുശത്രുപക്ഷത്ത് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ ചേരിയുടെ ദീർഘഭാവി ഒട്ടും സുരക്ഷിതമല്ല.